ഞാൻ അജ്ഞാതൻ. ഇന്ന് ഒന്ന് രണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാനുള്ള വിഷയം ഒന്നും രണ്ടും അല്ല, 1000 വിഷയങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ആകെപ്പാടെ ഉള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ട് പറയുന്നത് ഇതാണ്. ഇപ്പോൾ അജ്ഞാതന് 32 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഈ 32 സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ ആവശ്യപ്പെടുന്ന ഇതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടും ഇന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് കൂടാതെ വാട്സാപ്പിൽ നമ്മൾ ഗ്രൂപ്പ് നടത്തുന്നുണ്ടല്ലോ, അതിൽ ഏകദേശം 600ഓളം പേരുണ്ട്. 4 വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിട്ട് 600 പേരുണ്ട്. അതിൽ 32 പേര് മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനെ തിരിച്ചറിയാൻ ഇപ്പോൾ ഈ അജ്ഞാതൻ്റെ ടെക്നിക്കലായിട്ടുള്ള വെച്ച് നമുക്ക് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ തുടങ്ങിയതായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് നമുക്ക് അങ്ങനൊരു ഓപ്ഷൻ തന്നിട്ടില്ല സബ്സ്ക്രൈബേഴ്സിനെ തിരിച്ചറിയാനുള്ള. അപ്പോൾ അതിനു വേണ്ടി ഈ സബ്സ്ക്രൈബേഴ്സ് ഈ 32 പേര് ആരൊക്കെയാണ് എന്നുള്ളത് സുവ്യക്തമായിട്ട് അറിയാൻ വേണ്ടി നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ 32 പേർക്ക് മാത്രമായിട്ട് പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്കായിരിക്കും യോഗ്യതയുണ്ടാവുക. ഓക്കെ, കൂടുതൽ അതിനെപ്പറ്റി പച്ചയായിട്ട് വിശദീകരിച്ച് പറയാൻ യൂട്യൂബിൻ്റെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ വിഷയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 വിഷയങ്ങളുണ്ട്. 1000 വിഷയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേത് പറയണമെന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനാണ്. അതിപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ പുതുതായിട്ട് ഓരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വർണ്ണവില കൂടുന്നത് ഡിമാൻഡ് കൂടുന്നതാണ്. കേരളത്തിലെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടല്ല എന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ഒരു ട്രെൻഡെന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യ നേരിടുന്ന, അതായത് ഇന്ത്യക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയാണ്. ഇന്നിപ്പോൾ രാവിലെ 90 രൂപ 18 പൈസ മറ്റോ ആണ് രാവിലെ കണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്നതൊക്കെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ അത് പല കാരണങ്ങളും കൊണ്ട് ഇതിങ്ങനെ വർദ്ധിക്കാം. ഓക്കെ, രൂപയുടെ മൂല്യം പല കാരണങ്ങൾ കൊണ്ടും ഇടിയാം. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ ഡോളർ ഇടിയുന്നു, അതേസമയം നമ്മുടെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നു. അതുപോലെ തന്നെ വേറൊരു വലിയ ഗുരുതരമായ ഒരു വാർത്ത വന്നേക്കുന്നത്, ഇന്ത്യയുടെ GDPയുടെ വർധനവിൻ്റെ ശതമാനം 8.2% എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ഇതിനെ IMF ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യ അവതരിപ്പിച്ച കണക്ക് കള്ളമാണെന്നാണ്
IMF പറഞ്ഞേക്കുന്നു, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഓക്കെ, ആ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ IMF പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് കള്ളം പറഞ്ഞു എന്നാണ്. എന്ന് ഞാൻ പറയുന്നില്ല, അജ്ഞാതൻ പറയുന്നില്ല, അജ്ഞാതൻ അറിയത്തില്ല. ഇത് 8.2% GDP വർധനവിൻ്റെ ശതമാനമുണ്ടെന്ന് ഇന്ത്യ അവകാശപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആ വിവരം IMF ചോദ്യം ചെയ്തിരിക്കുകയാണ്. IMF ആണ് ചോദ്യം ചെയ്തത്, അജ്ഞാതൻ ചോദ്യം ചെയ്യുന്നില്ല. ഓക്കെ, അജ്ഞാതൻ എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ്, ഒരാളെയും അജ്ഞാതൻ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അജ്ഞാതൻ മുഖം തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ചെവി മാത്രമാണ് കാണുന്നത്. അപ്പോൾ സംഭവം ഇതാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതുതന്നെയാണ്. 8.2% എന്നുള്ള ഇന്ത്യയുടെ അവകാശവാദം, GDP വർധനവിൻ്റെ ശതമാനം കള്ളമാണെന്നാണ് IMF പറഞ്ഞതായിട്ട് പല റിപ്പോർട്ടുകളും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ഇന്ത്യയുടെ കടം ഏറ്റവും ലേറ്റസ്റ്റ് 342 ലക്ഷം കോടി രൂപയായി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 94% കടന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അജ്ഞാതൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ലോകം സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു. ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും അശാസ്ത്രീയമാണെന്ന് അജ്ഞാതൻ മാത്രമല്ല, വെളിച്ചം ചാനലിലും ഉത്തരം ചാനലിലുമൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്. ഇത് എന്തായാലും ഈ അശാസ്ത്രീയത കൊണ്ട് തന്നെയാണ്, അതിൻ്റെ കാരണം അശാസ്ത്രീയമായത് കൊണ്ടാണ് ഈ സിസ്റ്റം 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ കാലയളവിൽ, വലിയ കാലയളവിൽ 5000 കൊല്ലമായിട്ട് ഏകദേശം 50% ജനങ്ങളും കൊടും പട്ടിണിയിലോ അർദ്ധപട്ടിണിയിലോ ആണ്. അവർക്കൊന്നും വീടില്ല. ഇങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യം പരിഹരിക്കാൻ ഈ സിസ്റ്റത്തിനാവില്ല. അപ്പോൾ പുതിയൊരു സാമൂഹിക വ്യവസ്ഥിതി, അതിനുവേണ്ടിയാണ് അജ്ഞാതൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതുമൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയൊരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ്. ഇത് അജ്ഞാതൻ മാത്രമല്ല, ഗോർബച്ചോവിനെ പോലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് കമ്മ്യൂണിസം മാർക്സിസവും എല്ലാം അരച്ച് കലക്കി കുടിച്ച് ദഹനക്കേടുമായിട്ട് നിൽക്കുന്ന ഗോർബച്ചോവ് പറഞ്ഞേക്കുന്നത് പുതിയൊരു സാമ്പത്തിക വ്യവസ്ഥിതി വേണമെന്നാണ്. അപ്പോൾ ഇന്ന് വരെ ലോകത്തെല്ലായിടത്തും പരീക്ഷിക്കപ്പെട്ട മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥിതികളും സമ്പൂർണമായും അശാസ്ത്രീയവുമാണ്, പരാജയവുമാണ്, സമ്പൂർണ്ണ പരാജയവുമാണ്. അത് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ സത്യം. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ആകെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് വെളിച്ചം ചാനലും ഉത്തരം ചാനലുമാണ്. ആ കൂട്ടത്തിലേക്ക് അജ്ഞാതനും ഉണ്ട്.
അപ്പോൾ പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെ അത് ശ്രീ ജീസസ് സാംബശിവൻ മുന്നോട്ട് വെച്ച ഒരു കറൻസി രഹിത വ്യവസ്ഥ എന്നും പറഞ്ഞ ഒരു ആശയമുണ്ട്. അപ്പോൾ അതിനെ ഏതാണ്ട് 2000-ലധികം സാമ്പത്തിക വിദഗ്ധരും പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1,00,000-ലധികം ജനങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ 2000 സാമ്പത്തിക വിദഗ്ധരിൽ 100ഓളം സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യക്കാരല്ലാത്ത വിദേശികളുമുണ്ട്. പിന്നെ 1,00,000-ലധികം കറൻസി രഹിത വ്യവസ്ഥയുടെ പിന്തുണയ്ക്കുന്ന ആൾക്കാരിൽ ഏകദേശം 10,000-ലധികം വിദേശീയരുമുണ്ട്. അപ്പോൾ ആ വ്യവസ്ഥിതി പരീക്ഷിക്കപ്പെടേണ്ട കാലമായി കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളാണ് നമുക്ക് ഇനി കാണാനുള്ളത്. ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ടാവും. അതീവ ഗുരുതരമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും സമ്പദ് വ്യവസ്ഥിതി. അതിനോടൊപ്പം 8.2% എന്ന് GDP-യെക്കുറിച്ച് ഇന്ത്യ കള്ളം പറഞ്ഞു എന്നൊക്കെയാണ് IMF-ഉം പറഞ്ഞേക്കുന്നത്. അതും ഇതിൻ്റെ അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് 4% താഴെയാണ് ഇന്ത്യയുടെ GDP-യുടെ വർധനവ് എന്നൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അജ്ഞാതൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിൻ്റെ ക്ലാരിഫിക്കേഷനിലേക്ക് അജ്ഞാതൻ കടക്കുന്നില്ല. മറിച്ച് അങ്ങനൊരു വാർത്തയുണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിരവധി വിഷയങ്ങളുണ്ട്. അജ്ഞാതന് സംസാരിക്കാൻ 1-2 മണിക്കൂറല്ല 50 മണിക്കൂറിലേറെ വേണ്ടി വരും. ഓക്കെ, അത് യൂട്യൂബൊക്കെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ലോകം നീങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 50 മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങളിൽ ഓരോരുത്തരും കാലക്രമേണ ആ 50 മണിക്കൂർ ചെലവഴിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അജ്ഞാതൻ്റെ സ്ക്രീനിന് മുൻപിൽ നിങ്ങൾ വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ആ കാലത്ത് അങ്ങനെ നിങ്ങൾക്ക് 50 മണിക്കൂർ അജ്ഞാതനുമായിട്ട് ചെലവിടാൻ പറ്റുന്ന ആ കാലത്ത് യൂട്യൂബ് കാണുമെന്നുള്ളത് സംശയമാണ്. എന്തായാലും നിരവധി വിഷയങ്ങളുണ്ട്. 1-2-3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ അജ്ഞാതന് കഴിയുന്ന ഒരു കാലം അതിവിദൂരമൊന്നുമല്ല. ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിച്ചേക്കാം. എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട, 32 സബ്സ്ക്രൈബേഴ്സും അവരുടെ പേരും സ്ഥലവും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും പറ്റുമെങ്കിൽ ഫോൺ നമ്പർ, വാട്സാപ്പ് നമ്പരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൽക്കാലം നിങ്ങളുടെ മുമ്പിൽ മുഖം തിരിച്ചുകൊണ്ട് അജ്ഞാതൻ തൽക്കാലം പിൻവാങ്ങുന്നു. ഈ മുഖം തിരിക്കലിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ വെറും 32 പേര് മാത്രമാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്.
ആ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും അവരുമായിട്ട് എല്ലാ തരത്തിലും ജീവിതത്തിലെ വൈഷമ്യങ്ങൾ പങ്കിടാനും ഒക്കെയാണ് അജ്ഞാതൻ്റെ ഉദ്ദേശം. അപ്പോൾ തൽക്കാലം അജ്ഞാതൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.